ഒറീസക്കാരും ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ അതാണ് ഗ്രാമറിൻ്റെ പ്രത്യേകത. ഭാഷ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല, അതിൻ്റെ ഗ്രാമർ അറിയത്തില്ല, അപ്പോൾ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ സമർപ്പിത ജീവിതത്തിൽ അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അവിടെയും ഏറ്റവും കേന്ദ്രസ്ഥാനത്തുള്ളത് ബ്രഹ്മചര്യമാണ്. നമുക്ക് ചാസ്റ്റിറ്റി, ആ ഒരു പുണ്യത്തിൻ്റെ മഹത്വമില്ലെങ്കിൽ നമ്മൾക്ക് അനുസരണമുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഈ യാഥാർത്ഥ്യമാണ് നമ്മളെടുക്കുന്ന വ്രതത്രയത്തിൽ അനുസരണത്തെയും ദാരിദ്ര്യത്തെയും കൂട്ടി യോജിപ്പിച്ച് അനുസരണമുള്ള ഒരു കുട്ടി, അത് ഈ യാഥാർത്ഥ്യത്തിന്മേലാണ്, ഇതിന്മേലുള്ള അനുസരണം കൂടിയാണ്. ദാരിദ്ര്യാരൂപി കൊണ്ട് നടക്കുന്നത് ഇതിന്മേലുള്ള ദാരിദ്ര്യാരൂപിയും കൂടിയാണ്. അത് നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി രണ്ടും ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പുണ്യത്രയത്തിന് ആ വലിയ തിയോളജിയൻ നൽകുന്ന വ്യാഖ്യാനം പോലെ നമ്മളുടെ വ്രതത്രയത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും മഹിമയിലേക്ക് കൊണ്ടുവരുന്ന വിശുദ്ധമായ ആ സമർപ്പണത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴികാട്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് സഭാവസ്ത്രം സ്വീകരിക്കുമ്പോഴും നമ്മൾ നിത്യവ്രതം എടുക്കുമ്പോഴും അവിടെ നമുക്കൊരു റെസുറക്ഷൻ ഓഫ് ദ ഹാർട്ട്, റെസുറക്ഷൻ ഓഫ് ദ ബോഡി, അത് ലോകത്തിൻ്റെ അവസാനം ഈശോ രണ്ടാമത് വരുമ്പോൾ സംഭവിക്കേണ്ട കാര്യമാണ്. പക്ഷേ റെസുറക്ഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെയാണ് ഈ സമർപ്പിത ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള ആ കാര്യത്തിൻ്റെ പ്രസക്തി എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകപ്രസിദ്ധനായ ലയോ ദ ഗ്രേറ്റിൻ്റെ വാക്കുകൾ, ലെറ്റ് ദ സൈൻസ് ഓഫ് ദ ഫ്യൂച്ചർ റെസുറക്ഷൻ നൗ അപ്പിയർ ഇൻ യുവർ ബോഡി. എന്താണ് ഉത്ഥാനം എന്നത് ലോകത്തിൻ്റെ അവസാനം വരെ നോക്കിയിരിക്കാണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിൽ ഊന്നൽ കൊടുക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴും സമാന്തര സുവിശേഷങ്ങളിലുമെല്ലാം മറ്റൊരുവൻ വന്ന് അര മുറുക്കുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ദൈവിക പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം, പ്രായമാകുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റാതെ വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വന്ന് നമ്മുടെ അരമുറുക്കി നമ്മളെ ഭക്ഷണത്തിനിരുത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നു. മറ്റൊരുവൻ വന്ന് അരമുറുക്കുന്നു. നീ ചെറുപ്പമായിരുന്നപ്പോൾ ഇഷ്ടം പോലെ ചെയ്തു. അവിടെയുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു ചിന്ത ഞാൻ കരുതുന്നത്, ഈ മറ്റൊരുവൻ പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റാണ്. നീ ചെറുപ്പമായിരുന്നപ്പോൾ നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചു. ഇനി നീ സഭാവസ്ത്രം സ്വീകരിക്കുമ്പോൾ, നിത്യവ്രതം എടുക്കുമ്പോൾ മറ്റൊരുവൻ വന്ന്, ഹോളി സ്പിരിറ്റ് വന്ന് നിന്റെ അരമുറുക്കും, നിന്റെ കൈകെട്ടും. നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ വെറും ചെറുപ്പമായിരുന്നപ്പോൾ ചെയ്തതുപോലെ പോകാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. മറ്റൊരുവൻ വന്ന് അരമുറുക്കുന്ന മണിക്കൂറിലാണ് നിങ്ങളെല്ലാവരും. പരിശുദ്ധ റൂഹായെ നിങ്ങൾ വിളിച്ച് അപേക്ഷിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആത്മാവാണ് നമുക്ക് ഉറപ്പ് നൽകേണ്ടത്. നമ്മളെടുക്കുന്ന വ്രതങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള പുണ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്കൊരു അരമുറുക്കുന്നവൻ, നമ്മെ ബലപ്പെടുത്തുന്നവൻ നമുക്ക് ആവശ്യമാണ്. ശാരീരികമായ ബലഹീനതകളിൽ നമുക്ക് കിട്ടുന്ന അസിസ്റ്റൻസ് മാത്രമായിരിക്കില്ല ഇത്. നമ്മൾ സമർപ്പിത ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ബേണിംഗ് ബുഷിൽ വെച്ച്
മോശ സാൻഡൽസ് അടിച്ചു മാറ്റിയതുപോലെ ഈ ലോകത്തോടുള്ള, ഭൗതിക ലോകത്തോടുള്ള, സെക്കുലർ ലോകത്തോടുള്ള ആ ബന്ധങ്ങൾക്കെല്ലാം നമ്മളൊരു നോ പറഞ്ഞ് കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. നമ്മളുടെ അരകൾ നമ്മൾ മുറുക്കുകയാണ്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എസെക്കിയേൽ 37 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദ ഡ്രൈ ബോൺസ്, അസ്ഥികളുടെ കൂമ്പാരം. അതും പെട്ടെന്ന് നമ്മൾ ഓർക്കും മരിച്ചുപോയ ആളുകളുടെ അസ്ഥികളെക്കുറിച്ചാണെന്ന്. ഒന്നുമല്ല, ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറയുന്നത്. They were the people of Israel who during the exile had lost all hope and wondered about. എല്ലാ പ്രത്യാശയും ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഹോപ്പ് നഷ്ടപ്പെട്ടവരാണ് ഡ്രൈ ബോൺസ്, അസ്ഥികൾ. അസ്ഥികളിലേക്ക് ദൈവത്തിൻ്റെ റൂഹ മറ്റൊരുവൻ വന്ന് ബലപ്പെടുത്തുമ്പോൾ അത് നല്ല ഉണർവുള്ളതായിട്ട് മാറുകയാണ്. അതാണ് നമ്മൾ ലോകത്തെ വിട്ടുകളഞ്ഞ് ഹൃദയത്തിൻ്റെ ഉണർവോടുകൂടി മറ്റൊരുവൻ വന്ന് നമ്മളെ ബലപ്പെടുത്തുമ്പോൾ നമ്മളെടുക്കുന്ന വ്രതങ്ങൾക്കും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കുമൊക്കെ കൂടുതൽ മികവ് ഉള്ളവരാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധാനയുടെ സമയത്തുള്ള ഈ തിരുക്കമ്പത്തിൽ ഈശോ ആയിരിക്കണം നിങ്ങളുടെ വഴി. ഇഫ് ക്രൈസ്റ്റ് ഈസ് ദ വേ ഫോർ ദോസ്, വഴി എന്നത് ഈശോയാണെങ്കിൽ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗൈഡ് ഫോർ ദേ ഗോസ്. ഇത് രണ്ടുമാണ് സമർപ്പിത ജീവിതത്തിൽ നമുക്ക് എപ്പോഴും തുണയായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേര് ആദ്യവ്രതം സ്വീകരിക്കുകയും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം സ്വീകരിക്കുകയും ചെയ്യുന്നു. മറ്റ് 10 സിസ്റ്റേഴ്സ് നിത്യവ്രതം എടുക്കുകയാണ്. നിങ്ങൾ വളരെ ഡൈവേഴ്സിറ്റി ഉള്ളൊരു ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു കേട്ടപ്പോഴും നിങ്ങളുടെ പേര് എൻ്റെ കയ്യിൽ സെക്രട്ടറി ചെമ്പടി തന്നപ്പോഴും നിങ്ങളെല്ലാവരും ഈ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗത്തിൽ നിന്നുള്ളവരാണ്. പാലക്കാരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടല്ലേ, 2 പേരുണ്ട്. ബാക്കി ജഗദൽപൂര്, ഒറീസ, തലശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ ഇന്ത്യയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തോമാസ് ലീഹായുടെ നല്ല ഒരു ബാച്ചായിരിക്കും. ഇത്ര വെറൈറ്റിയുള്ള ഒരു ഗ്രൂപ്പ്, ഇത്ര വെറൈറ്റിയുള്ള ഈ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കാൻ മോസ്റ്റ് സ്യൂട്ടബിളാണ് എന്ന് ഞാൻ കരുതുകയാണ്. പൂർവ്വ യൂസേപ്പിന് അപ്പൻ കൊടുത്ത വസ്ത്രത്തെക്കുറിച്ച് മൾട്ടി കളേർഡ് ഗാർമെൻറ്റ് എന്നാണ് പറയുന്നത്. മൾട്ടി കളേർഡ് ഗാർമെൻറ്റ്. അതുകൊണ്ട് മറ്റ് സഹോദരങ്ങൾക്കെല്ലാം വെറുപ്പായി. അപ്പൻ ഏറ്റവും നല്ല മൾട്ടി കളേർഡായിട്ടുള്ള ഒരു ഉടുപ്പ് ഈ യോസഫിന് കൊടുത്തതാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിക്കരുത്. നിങ്ങൾ ഇത്രയും മൾട്ടി കളേർഡായിട്ട് ഡൈവേഴ്സിറ്റിയുള്ള ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്തും ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധത്തിലുള്ള വ്യത്യസ്തരായ ആളുകളായിട്ട് ഒറ്റ ബാച്ചിൽ ഒരു സമൂഹത്തിൽ ഒരു കോൺഗ്രിഗേഷനിൽ വരുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വളരെ വലിയ ഒരു ടീച്ചിങ് അതുതന്നെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത ജനസമൂഹങ്ങളുമൊക്കെയുള്ള, നിങ്ങൾ ഹിന്ദി മേഖലയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നവരാണ് മിഷൻ വർക്ക് വഴിയെല്ലാം. വളരെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മളുടെ സഭയുടെ വിശിഷ്ടമായ പൈതൃകം ഈ രാജ്യത്ത് എല്ലായിടത്തും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ഈ 12 എണ്ണത്തിൽ ഞാൻ കാണുന്നത്. 12 ശ്രീഹന്മാരെ പോലെ എല്ലാവരും വ്യത്യസ്തരായിരുന്നു. പക്ഷെ എല്ലാവരും പ്രസംഗിച്ചത് ഈശോയെയാണ്. എല്ലാവരും പ്രസംഗിച്ചത് ഈശോയെയാണ്. ആ ഒരു വലിയ ഐക്യത്തിലേക്ക് നിങ്ങളുടെ ഈ ഡൈവേഴ്സിറ്റി, ഈ വ്യത്യസ്തത എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കോൺഗ്രിഗേഷനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിൻ്റെ എതിർനാളം വയ്ക്കും.
ഡോൺ ഷിലമയ്ക്കും മറ്റ് ഫോർമേറ്റേഴ്സായിട്ടുള്ള സിസ്റ്റേഴ്സിനും ഇന്ന് നിങ്ങൾ വ്രതവും നിത്യവ്രതവും എടുക്കുന്ന സിസ്റ്റേഴ്സുമെല്ലാം നമുക്ക് നമ്മളുടെ സഭയുടെ ആ ഒരു വിശിഷ്ടമായ പൈതൃകം ഈ രാജ്യത്തിൻ്റെ ഈ വ്യതിരിക്തതയിലുള്ള ഈ രാജ്യത്തിന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സാധിക്കും എന്നുള്ള ബോധ്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെ വൈദികരും സമർപ്പിതരും എൽമായരും കൊച്ചുകുട്ടികളും എല്ലാമുണ്ട്. ഈ പ്രാർത്ഥനയുടെ നിറവിലാണ് നിങ്ങൾക്ക് സഭ വസ്ത്രം നൽകുന്നതും നിങ്ങൾ വ്രതങ്ങൾ എടുക്കുന്നതും. സഭയിലാണ് എല്ലാം നടക്കുന്നത്. സഭയിൽ നിന്നാണ് നമ്മൾ കൃപകൾ സ്വീകരിക്കുന്നത്. സെന്റ് അഗസ്റ്റിനോസ് പറഞ്ഞല്ലോ, വാട്ട് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ദ ചർച്ച്, ഞാൻ സഭയിൽ നിന്ന് എന്ത് സ്വീകരിച്ചുവോ ഐ ഗിവ് ഇറ്റ് ബാക്ക് ടു ദ ചർച്ച്, ഞാൻ അത് സഭയ്ക്ക് തിരികെ കൊടുക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കാർക്കും, അദ്ദേഹം വലിയ മെത്രാനായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ മെത്രാൻ പട്ടം നൽകാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പാപങ്ങൾ മോചിക്കാൻ പറ്റില്ല, എനിക്ക് എന്നെ തന്നെ മാമോദീസ മുക്കാൻ പറ്റുകയില്ല, എനിക്കിതെല്ലാം സഭയിൽ നിന്ന് സ്വീകരിക്കാനേ പറ്റുകയുള്ളൂ. സഭയിൽ നിന്ന് ഞാനിത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഭയ്ക്ക് വീണ്ടും ഇത് കൊടുക്കാം, എനിക്ക് മറ്റു മെത്രാന്മാരെ വാഴിക്കാം, എനിക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ മോചിക്കാം, എനിക്ക് മറ്റുള്ളവരെ മാമോദീസ മുക്കാം. അതാണ് സഭയുടെ പ്രത്യേകത. സമർപ്പിത ജീവിതത്തിൻ്റെയും തനിമ അതാണ്. നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് സ്വീകരിച്ചുവോ അത് സഭയ്ക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉത്ഥാനത്തിൻ്റെ അടയാളമായ ഈ വ്രത വാഗ്ദാനത്തിലേക്കും സഭാവസ്ത്ര സ്വീകരണത്തിലേക്കും കിടക്കുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാർത്തോമാ ശ്ലീഹായ്ക്കും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരന്മാരെ, വ്രതങ്ങളെക്കുറിച്ചും സുവിശേഷോപദേശങ്ങളെക്കുറിച്ചും വേണ്ടത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അനുഭവവും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണോ BSC സമൂഹത്തിൽ വ്രതവാഗ്ദാനവും നിത്യവ്രതവാഗ്ദാനവും ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയും വിശ്വബന്ധത്തോളം കീഴ്വഴങ്ങി മനുഷ്യരെ സാധിക്കുകയും ചെയ്ത വിശുദ്ധായെ പിന്തുടരുവാനും അനുസരണപദം വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? വിശുദ്ധായോടും തന്റെ മണവാട്ടിയായ സഭയോടുമുള്ള ഐക്യത്തിൽ ആഴമായി പങ്കുചേരുവാനും അങ്ങനെ ബ്രഹ്മചര്യങ്ങളുടെ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനും മനുഷ്യ സേവനത്തിനുമായി സ്വയാർപ്പണം ചെയ്യുവാനും നിങ്ങൾ സന്നദ്ധരാണോ? സമ്പന്നനായിട്ടും തന്റെ താല്പര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച വിശുദ്ധായെ അനുകരിക്കുവാനും ദാരിദ്ര്യപ്രധാനുഷ്ഠാനത്തിലൂടെ ദൈവജനത്തിന്റെ നന്മയ്ക്കായി സത്യത്തിന്റെ രൂപയിലും ദരിദ്രരായി ജീവിക്കുവാനും നിങ്ങൾ സന്നദ്ധരാണോ? ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ചു ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ശരത്തെയും ആശീർവദിക്കുന്നവന്റെ ഐക്യവും സർവത്തെയും സന്തോഷപ്പെടുത്തുന്നവന്റെ സമാവിശ്വാസവും എല്ലാത്തിനും നിർവഹിക്കുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ ഉണ്ടാകട്ടെ. അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയായ ഈശ്വര്യാമയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുസ്മരിപ്പിക്കുന്നു.
സ്ത്രീയാൻ പോകുന്ന ഈ വർഷങ്ങളെ ആശീർവദിക്കണമേ. ഇത് വിശ്വാസമുള്ള സ്നേഹത്തിന്റെയും വിജയത്തിന്റെയും വിശ്വാസ സേവനീയമാനുള്ള സന്നദ്ധതയുടെയും പ്രയാണമായിരിക്കട്ടെ. വിശ്വത്തെ പുലർത്തി എപ്പോഴും എല്ലായിടത്തും വിശ്വകാരനെ സാക്ഷ്യം വഹിക്കുവാൻ ഇവർ പ്രാപ്തരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടി ജീവിച്ച് ബുദ്ധിമുട്ടുകളായ പോലെയും സ്വർഗത്തിലാകട്ടെ. വിശുദ്ധമായ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാനും മാറിയും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധമായ ഭക്തിയോടുകൂടെ ഈ സ്നേഹാസ്വസ്ത്രം സ്വീകരിക്കുവാൻ ഇവർ നിങ്ങൾക്ക് എന്നും ഒരു ആത്മീയ പ്രതിഷ്ഠയായിരിക്കട്ടെ. സന്യാസ ജീവിതത്തിൻ ബലിവേദിയിൽ ഉടയവനവരുടെ ബലിവസ്തുവാകുവാൻ ഉലകിനുടയോൻ സാക്ഷിയായി തീർന്നിടാൻ തിളങ്ങുന്ന മാണിക്യം പോൽ പ്രശോഭിക്കുവാൻ
സർവേശ്വരന്റെയും ശക്തിയുടെയും നാഥാത്തിലേക്കും. Sister
വിശ്വാസം രക്ഷകരെ ധരിക്കുന്നതിനും
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.